ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അവക്കാഡോ ജ്യൂസാണ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്ന മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അവക്കാഡോ ജ്യൂസ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു അവക്കാഡോ ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല കട്ട് ചെയ്തിട്ട് ചെറിയ പീസസാക്കി എടുക്കണം. ഇപ്പോൾ ഞാൻ തൊലി കട്ട് ചെയ്യണം. ആദ്യം ഇതിൻ്റെ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ സെൻറ്റർ ഇങ്ങനെ കീറത് ജസ്റ്റ് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് പിന്നെ ആ തൊലി മെല്ലെ മെല്ലെ അതുപോലെ ഒന്ന് ചെറുതായിട്ട് വരയുക. നല്ല പഴുത്തല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ വരഞ്ഞത് ഇങ്ങനെ കൈ കൊണ്ടെടുത്താൽ തന്നെ അതിൻ്റെ തൊലി കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ചിലവരൊക്കെ അങ്ങനെ നടു കട്ടിയാണ് കാണാം. കട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ടൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ബെറ്റർ ഇതാണ്. ചിലപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ ആ തൊലിയുടെ മുഖത്തൊക്കെ വന്നാൽ ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും ജ്യൂസിൻ്റെ. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ടെങ്കിൽ ആ തൊലി കണ്ട് വേറിട്ട് പോയാൽ ഇതുപോലെ നമുക്ക് കിട്ടുക. ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ആ സെൻറ്റർ ഒന്ന് നന്നായിട്ട് മുറിച്ച്, അപ്പോൾ രണ്ട് പീസാവും. ഇതങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പീസാവും. കാരണം എല്ലാം പഴുത്തതാണല്ലോ ജ്യൂസ് അടിക്കാൻ ബെസ്റ്റ്. പച്ച എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കയ്പ്പ് വരും. അധികം പഴുക്കാത്ത പോലത്തെ എടുത്ത് അടിച്ചിട്ടുണ്ടെങ്കിൽ ജ്യൂസ് കയ്പ്പ് വരും. ഇതുപോലെ നമ്മൾ തൊടുമ്പോൾ തന്നെ ഞെങ്ങുന്ന പോലത്തെ എടുത്തിട്ട് വേണം നമ്മൾ പഴുത്ത ഭാഗം കണ്ടത്. അതേപോലെ ഒരു പഴുപ്പ് ഓവർ പഴുപ്പായാലും ഉള്ളൊക്കെ കറുത്തിട്ടുണ്ടാവും. ചിലത് കറുപ്പ് കുത്തൊക്കെ വരും. ഇത് തൊടുമ്പോൾ തന്നെ ചെറുതായിട്ട് നെങ്ങുന്ന പോലെ ഉണ്ടെങ്കിൽ നമുക്ക് അതെടുത്ത് ജ്യൂസ് അടിക്കാം. ഇപ്പോൾ ഞാൻ അതൊക്കെ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തെടുത്ത് ഇപ്പോൾ ചെറിയ പീസാക്കി എടുത്തില്ല. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചത് പീസസ് നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് അതിലേക്ക് വേണ്ട എന്താ വെച്ചാൽ ഐസ് ക്യൂബാണ്. ഐസ് ക്യൂബ് ഒരു 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പാലാണ്, ഒരു ഗ്ലാസ് പാല് ഞാൻ എടുത്തത്. പക്ഷേ അതിൽ ഫുള്ള് ഞാൻ ഒഴിക്കുന്നില്ല, കുറച്ച് ഒഴിക്കുന്നുള്ളൂ. കുറച്ച് ഒഴിച്ചാലാണ് അത് അരഞ്ഞ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് തൈതിരിയായിട്ട് കിടക്കും ഫുള്ള് അറിയാതെ. ഇനി ഞാൻ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് വാനില എസൻസ് ഇല്ലെങ്കിൽ ഒരു വാനില ഐസ്ക്രീം ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ അത് അരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് എത്ര വേണ്ടിച്ച് അത്ര ഷുഗർ ഇട്ടിട്ട് ഒന്നുകൂടി ജസ്റ്റ് അടിച്ച് കൊണ്ടുവരാം. അല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് അടിച്ചാലും കുഴപ്പമില്ല. ഞാൻ ആദ്യം അത് അടിച്ചിട്ടാണ് പിന്നെ ഷുഗർ ഇട്ടത്. ഒരുമിച്ച് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇതുപോലെ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ആഡ് ചെയ്യാനുള്ള പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് വെള്ളം ആഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ ഈ പാലിൽ അടിച്ചെടുക്കുമ്പോഴാണ് ടേസ്റ്റ്. വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അവക്കാഡോ ജ്യൂസിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പോകും. അപ്പോൾ ഫുള്ള് പാലിൽ തന്നെ അടിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ പാൽ ഒഴിച്ചിട്ട് അടിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പരിമം വരിക. ഓവർ ലൂസ് വേണം. അവക്കാഡോ ജ്യൂസ് പറയുമ്പോൾ ഒരു തിക്കിലാണ് കുടിക്കാൻ ടേസ്റ്റ് കേട്ടോ. ഇനി നമുക്ക് 2 ഗ്ലാസ് എടുത്തിട്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു തിക്കിൽ വേണ്ട ജ്യൂസ് കിട്ടാൻ. വെള്ളം പോലെയൊക്കെ അതിൻ്റെ ടേസ്റ്റ് പോവും. വെള്ളം ആഡ് ചെയ്യാനും പാടില്ല, അതുപോലെ തന്നെ അധികം ലൂസാക്കാനും പാടില്ല. അപ്പോൾ നമ്മൾ അവക്കാഡോ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റും വിറ്റാമിനും ഒരുപാടുള്ളതാണ്. ഇതിൽ നമ്മൾ വെയിറ്റ് കുറയ്ക്കാനൊക്കെ ഒരുപാട് ഗുണം ചെയ്യും. ഷുഗർ കുറയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഫ്രൂട്ടാണ്. ഇത് സലാഡാക്കിയിട്ടും കഴിക്കാം കേട്ടോ. കഴിക്കുന്നവരുണ്ട്. സലാഡാക്കിയിട്ട് ജസ്റ്റ് ഉടച്ച് സലാഡ് രൂപത്തിൽ കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ അത് ഈ അവക്കാഡോ. അപ്പോൾ നല്ലൊരു ജ്യൂസായിട്ട് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഹെൽത്തി ആയിട്ട് വെയിറ്റൊക്കെ കുറയ്ക്കാൻ നോക്കുന്നവരാണെങ്കിൽ സലാഡാക്കിയിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വാനില എസൻസ് ഒക്കെ ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് വേറെ തന്നെ കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം അടിച്ച് നോക്കുമ്പോൾ അവക്കാഡോ ജ്യൂസ് അടിച്ച് നോക്കുമ്പോൾ വാനില എസൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് അടിച്ച് നോക്കുക. അപ്പോൾ ഇത്രയും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.